കർത്താവ് മാനപാത്രമായി പണിത അനേക പാത്രങ്ങൾ സൗജന്യമായി ചേറ്റിൽ കിടന്നതിനെ പിടിച്ചു കടുകി വിലയേറിയതും മഹത്തരവുമായ പൗലൂസിന്റെ ഭാഷയിൽ പറഞ്ഞ കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നു, വിലയേറിയ നിക്ഷേപം പ്രാപിച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞ സ്വർഗത്തിന്റെ ഗുപ്തനിധിയായ പരിശുദ്ധാത്മാവിന് നിറയപ്പെട്ട പാത്രങ്ങൾ അനേകം ഹീനമായി കൊണ്ടിരിക്കുമ്പോ എന്റെ മകനെ തീമത്തിയോസേ, നീ ലോകത്തിന്റെ മുൻപിൽ ശുശ്രൂഷയുടെ കാലയളവിൽ നീ ദൈവത്തിന്റെ ആഴമേറിയ വെളിപ്പാടും ദൈവകൃപയും പ്രാപിച്ചിട്ട് നീ മാനപാത്രമായി നിലനിൽക്കണം. നീ ഹീനമായി പോകരുത്. ഇന്ന് പകൽ നിങ്ങളോട് നീ എളിയ ദൈവദാസൻ എന്ന നിലയ്ക്ക്, ഈ സഭയുടെ ശുശ്രൂഷകൻ എന്ന നിലയ്ക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവം നിന്നെ വിളിച്ചത്, നിന്റെ കുടുംബത്തെ വിളിച്ചത് ഹീനപാത്രമാകാനല്ല, മാനപാത്രമാകാനാണ്. ദൈവത്തിന്റെ മഹത്വം വഹിപ്പ, ദൈവത്തിന്റെ മാന്യത വഹിപ്പ, ദൈവത്തിന്റെ ശ്രേഷ്ഠകരമായ നിക്ഷേപങ്ങൾ വഹിപ്പ വിളിക്കപ്പെട്ടവരാണ് നാം.